ഹിന്ദുമതം എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ പഴക്കമുള്ളതോ അല്ലെങ്കിൽ പണ്ട് വിമാനങ്ങളുണ്ടായിരുന്നെന്നോ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെന്നല്ല. എങ്ങനെയാണ് വേദിക് റിലീജിയൻ ഡെവലപ്പ് ചെയ്ത് വന്നത്, അതായത് ലോക്കൽ റിലീജിയൻസിനെ എംബ്രേസ് ചെയ്തത് എന്നുള്ള ആ ഒരു ചരിത്രം. അതിൻ്റെ അകത്ത് കഥകളിൽ വേറെ അർത്ഥങ്ങളുണ്ടെന്നും ഫിലോസഫി ഉണ്ടെന്നും, എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിലുള്ള അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ നമുക്ക് സ്പൈഡർമാനോ സൂപ്പർമാനോ ബാറ്റ്മാനോ ഒന്നും ആക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു പരസ്പര ധാരണയിൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ എല്ലാ ക്രൈറ്റീരിയ അക്സെപ്റ്റ് ചെയ്യണം. മതം മാത്രം മാറ്റിയെടുക്കാമെന്നുള്ളത് യഥാർത്ഥ പ്രണയമാവുന്നില്ല. ഇത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഇതൊരുപാടുണ്ട്. ഹിന്ദുക്കളെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് യുവതികളെ, പുരുഷന്മാരും മതം മാറുന്നുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഒരു കന്യാസ്ത്രീ അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മതപരിവർത്തനം. അതിപ്പോൾ മാത്രമല്ല, കാലങ്ങളായിട്ടുള്ള ചർച്ച. ഈ അടുത്ത കാലത്താണ് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊക്കെ കുറച്ചൊരു കുറവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിന് പല രീതികളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റ് മതങ്ങളുടെ ദൈവങ്ങളെ ഇടിച്ചു താഴ്ത്തുക, അല്ലെങ്കിൽ അവർക്ക് ശക്തിയില്ല എന്ന് പ്രചരിപ്പിക്കുക. പിന്നെ പലപ്പോഴും ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളതിനപ്പുറം പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം, അതായത് പണം കൊടുക്കുക, ചില അത്ഭുത പ്രവൃത്തികൾ കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിവർത്തനങ്ങൾ പലയിടത്തും സംഭവിക്കുന്നത് സത്യമാണ്. നമ്മളെത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ആ കാര്യം അത് സത്യമായതുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നിയോഗി കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷൻ തന്നെ കൊണ്ടുവന്നത്. നിയോഗി കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ടും പുറത്ത് വിട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ ഉണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് പുറമേ ലവ് ജിഹാദ്, അതെ, പിന്നെ ചർച്ച നടന്നിട്ടില്ല. ഇത് ഒരു പരിവർത്തനം. അതിനുശേഷം പ്രണയത്തിലൂടെയുള്ള പരിവർത്തനങ്ങൾ, അതായത് പക്ഷേ പ്രണയത്തിലുള്ള പരിവർത്തനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നൊരു കാര്യം പ്രണയം തെറ്റാണോ, തെറ്റല്ല. അപ്പോൾ പിന്നെ എന്താണ്, പ്രണയത്തിനെ എതിർക്കുന്നു, പിന്നെ പ്രണയവിരുദ്ധരായി. അപ്പോൾ സത്യത്തിൽ പ്രണയമാണെങ്കിൽ പരിവർത്തനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ സൗകര്യപൂർവ്വം സംഭവിക്കാറുണ്ട്, പണ്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പരിവർത്തനത്തിന് വേണ്ടി പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരു പ്ലാൻഡ് അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് സാധാരണ ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. അപ്പോൾ പൊതുവെയുള്ള ഈ പരിപാടി ഇത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ സംഘടിതമല്ലെന്ന് കരുതുന്ന പല വിശ്വാസങ്ങൾ, പല ധാരകൾ, പല സംസ്കാരങ്ങളൊക്കെ ചേർന്ന ഒരു ഹിന്ദു സമൂഹത്തിലാണ് പൊതുവെ ഈ പരിവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇത് സമൂഹത്തെ, രാഷ്ട്രത്തെ ഒക്കെ എങ്ങനെയാണ് ബാധിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൂളുകൾ ഉപയോഗിക്കപ്പെടുന്നത്, ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? ഞാൻ ആദ്യം ഇതിൻ്റെ ചരിത്രം പറയാം. ആദ്യകാലങ്ങളിലും മതങ്ങളിലൊന്നും ഈ മതപരിവർത്തനം എന്നുള്ളൊരു പരിപാടി ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറയുന്ന ആദ്യ ഗോത്രകാലങ്ങൾ എല്ലാവരും ട്രൈബായിരുന്നപ്പോഴത്തേക്ക് അവരുടേതായ ട്രൈബൽ വിശ്വാസങ്ങളുണ്ട്. ആ കാലമൊക്കെ വിട്ട് ഞാൻ സ്റ്റോണേജ് കാലഘട്ടമൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരു 2500 BC ആ ഒരു കാലഘട്ടത്തിൻ്റെയൊക്കെ വന്നാലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വരുന്ന വരെ ഉള്ള കാലഘട്ടം പറഞ്ഞാൽ, അന്നും ഉള്ള മതങ്ങൾക്കൊന്നും ഈ കൺവേർഷൻ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവരെല്ലാം ഓരോ മതക്കാർ അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റികളും അവരൊരു എലൈറ്റ് ക്ലബ്ബ് പോലെയാണ് അവരവരെ മതത്തിനെ കണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പല ക്ലബ്ബുകളുണ്ടല്ലോ, റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്. ഇവരാരും ചെന്നിട്ട് നമ്മളെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന ഞാൻ ആരെയും വിളിക്കൂല. അവർക്ക് തോന്നുന്നവർ കാശുമൊക്കെ അടച്ച് വരുന്നവർ, എന്നിട്ട് അവരത് അഭിമാനത്തോടെയാണ് അത് പറയുന്നത്. അത് മാത്രമല്ല, ഒരാളെ പുറത്താക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി. അപ്പോൾ അവർ ഭയങ്കര എക്സ്ക്ലൂസീവ് ഒരു എലൈറ്റ് ക്ലബ്ബുകൾ. നമുക്ക് തന്നെ നമ്മൾ ചില സംഘടനകളിൽ അല്ലെങ്കിൽ ചില പൊസിഷൻസ് നമ്മളങ്ങനെ എല്ലാവരെയും വിളിച്ച് കയറ്റൂല. ഇതുപോലെയായിരുന്നു ആദ്യകാലങ്ങളിലെ മതങ്ങൾ. അത് ഒരാളെ വേറൊരാളെ അതിലോട്ട് ചേർക്കുക എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലേ ഇല്ലായിരുന്നു. അത് ഹിന്ദു മതം അങ്ങനെയാണ്, ഈ നമ്മൾ റോമൻ റിലീജിയൻ, ഗ്രീക്ക് റിലീജിയൻ, ഇതെല്ലാം എങ്ങനെയാണ്. ജൂതമതവും ഇതുപോലെയാണ്. ജൂതമതത്തിലും കൺവേർഷൻ ഒരു കാര്യത്തിലുണ്ട്, പക്ഷെ അവർ ഒരു പ്രത്യേക വാക്ക് തന്നെ ഉണ്ട്, ജെൻറ്റൈൽസ്, ജൂയിഷ് കമ്മ്യൂണിറ്റിയിലല്ലാത്തവരെയാണ് അത് പറയുന്നത്. അവരാരും ഇവർ യഹോവയുടെ ഇതൊന്നും പറഞ്ഞിട്ട് ആ മതത്തിലോട്ടാക്കില്ല. അത് കാരണം ഈ ആ കാലഘട്ടത്തിൽ ഏൻഷ്യൻ്റ് റിലീജിയൻസിൽ മതപരിവർത്തനം അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് മിഷണറി പ്രവർത്തനം വരുന്നത് ബുദ്ധമതത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അത് അശോക ചക്രവർത്തിക്കൊക്കെ ശേഷം ബുദ്ധ സന്യാസിമാർ പലയിടത്തും പോയി, അങ്ങനെയാണ് ഒരു കൺവേർഷൻ വരുന്നത്. പിന്നെ ഹിന്ദുമതത്തിൻ്റെ ഒരു കേസെന്ന് വെച്ചാൽ ആളുകളെ മതപരിവർത്തനം ചെയ്ത് ആ കമ്മ്യൂണിറ്റിയിലാക്കിയല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ
ചരിത്രത്തിൻ്റെ ഒരു ആംഗിളിലാണ് പറയുന്നത് വേദിക് റിലീജിയൻ ഇവോൾവ് ആയത്. ഹിന്ദു മതത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു 5 ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇരിക്കട്ടെ, അവർ ആ കമ്മ്യൂണിറ്റി വേറൊരിടത്ത് ചെല്ലുന്നു, അവിടെ 2 ദൈവങ്ങളെ വിശ്വസിക്കുന്ന വേറൊരു കമ്മ്യൂണിറ്റി. അപ്പം നമ്മൾ 5 ദൈവങ്ങളെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റല്ല ചെയ്യണം. നിങ്ങളെ ദൈവം കൊള്ളാന്ന് പറഞ്ഞ് 7 ദൈവമുള്ള അടുത്തൊരു മതമോ, മനസ്സിലായില്ലേ? അങ്ങനെ അടുത്തൊരിടത്ത് ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറൊരു ദൈവം, അത് നമ്മുടെ മറ്റേ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞ് അവരെയും കൂടെ ഈ ഒരു രീതിയിലാണ് ഹിന്ദു അതെ അങ്ങനെയാണ്. നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ചില ദൈവങ്ങൾ പറയും ഇത് ഇന്ന സമുദായക്കാരുടെ ആണ്, പക്ഷെ പുരാണമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് അങ്ങ് പുരാണത്തിലുള്ള ഏതെങ്കിലും ദൈവത്തിൻ്റെയൊക്കെ വഴി എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് ആളുകളെ വയ്ക്കും. അതല്ലാതെ ഈ കൺവേർഷൻ എന്ന് പറഞ്ഞ പരിപാടിയില്ല. അത് മാത്രമല്ല, ഹിന്ദു മതത്തിലെ വേറൊരു കുഴപ്പം വെച്ചാൽ ഈ എക്സ്ക്ലൂസീവ് ക്ലബ് എന്നൊരു മെൻറ്റാലിറ്റി ഉള്ള കാരണം ആളുകൾ പുറത്തു പോകാനും പുറത്താക്കാനും എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് ജാതി പ്രശ്നമൊക്കെ ഉള്ളത് കാരണം ഈ താണജാതി എന്നൊക്കെ പറയപ്പെട്ടവർക്ക് ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള അവകാശമില്ല, അവരെ പഠിക്കാൻ നിശ്ചയിക്കുന്നു, പല ക്ഷേത്രങ്ങളിലും കയറ്റാൻ വിസമ്മതിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഹിന്ദുമതത്തിന് മാത്രമല്ല, ഈ ഏൻഷ്യൻറ്റ് റിലീജിയൻസ് ഗ്രീക്കാണെങ്കിലും ഗ്രീക്കുകാരിൽ നിന്നാണ് ബാർബേറിയൻ എന്നുള്ള വാക്കുണ്ടായത്. ഈ അവരുടെ ഭാഷയിൽ ബാർബേറിയൻ എന്ന് വെച്ചാൽ ഗ്രീക്ക് അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവർ എന്നാണ് പറയുന്നത്. ബാർ എന്നാണ് പറയുന്നത്, ബാർബേറിയൻ. അപ്പോൾ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ്, റോമാക്കാരങ്ങനെ, വൈക്കിങ്സ് അങ്ങനെ, മറ്റേത് അങ്ങനെ, കെൽട്ടിക്കുകാർ ഇങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്ക് ബുദ്ധമതം വന്നു. ഈ മിഷണറി പ്രവർത്തനങ്ങൾ എല്ലാം വന്നിട്ട് ഹിന്ദുമതത്തിൽ പിന്നെയും കൺവേർഷനല്ല, ഡിബേറ്റുകളാണ് വന്നത്. ആദിശങ്കരാചാര്യരുടെ കാലത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പലയിടത്ത് പോയിട്ട് നിങ്ങൾ ഇന്നൊരു ഫിലോസഫിയിലാണ് വിശ്വസിക്കുന്നത്, നമുക്കൊരു ഡിബേറ്റ് നടത്താം, ആര് വിജയിക്കുന്നു എന്ന് നോക്കാം. അപ്പം നാട്ടുകാരെല്ലാവരും കൂടും. ഈ ഡിബേറ്റിൽ ആദിശങ്കരാചാര്യർ വിജയിക്കുമ്പോഴത്തേക്ക് അവരെല്ലാവരും ആദിശങ്കരാചാര്യരുടെ പുറകെ പോകും. അതല്ലാതെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് മോക്ഷം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തരാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ രാജാവായിട്ട് ജനിക്കാം എന്നുള്ളതെന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്തിട്ടല്ല, ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിലൂടെയാണ് ഹിന്ദുമതം പിന്നീട് ഒരു കാലത്ത് ബുദ്ധമതമായിരുന്നു ഇന്ത്യയിൽ ഡോമിനൻ്റ് ആയിട്ടിരുന്നത്. ഹിന്ദുമതത്തിൽ അങ്ങനെ ക്ഷേത്രങ്ങളൊന്നും വലിയ ആർക്കിടെക്ചറൽ വണ്ടേഴ്സൊന്നും അല്ലായിരുന്നു. ബുദ്ധമതം വന്നപ്പോഴത്തേക്ക് ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസ്, അതായത് ആ സമയത്ത് അലക്സാണ്ടറൊക്കെ ഇവിടെ വന്ന ടൈമാണ്, വലിയ ക്ഷേത്രങ്ങളൊക്കെ വന്നു. അപ്പം ഹിന്ദുമതത്തിലോട്ട് വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങളോട് കേട്ടിട്ടില്ല, CPM ഓഫീസോടുകൂടി BJPയിലായ വാർത്തയെല്ലാം ബംഗാളി കണ്ടതുപോലെ ഈ ബുദ്ധമത ക്ഷേത്രത്തിലുള്ളവരോടുകൂടി തന്നെ ഹിന്ദുമതം സ്വീകരിച്ചു. അതെ, അത് തന്നെ. ഇപ്പൊ രാജാവ് മതം മാറുമ്പോൾ പ്രജകളും കൂടെ മാറുന്ന സംഭവം, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ഹിന്ദുമതത്തിൻ്റെ ഒരു തിരിച്ചു വരവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അതിനെയാണ് ഇവിടെ പലരും ബുദ്ധന്മാരെ കൊന്നൊടുക്കിയിട്ട് ക്ഷേത്രം പിടിച്ചടക്കി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, ആ ഒരു കമ്മ്യൂണിറ്റി അവർ പോകുമ്പോഴത്തേക്ക് മാറുമ്പോഴത്തേക്ക് ആ കെട്ടിടവും കൂടെ പോകും. അതിനനുസരിച്ച് കെട്ടിടങ്ങളുടെ ക്ഷേത്രങ്ങൾ അതിനനുസരിച്ച് വലിയ ഗ്രാൻഡായിട്ട് തന്നെ നിർമ്മിക്കുകയുണ്ടായി. ഇതാണ് ഏൻഷ്യൻ്റ് റിലീജിയൻസിൻ്റെ കാര്യം. പഴയകാല താവോയിസം, കൺഫ്യൂഷ്യനിസം, ഷിൻഡോ റിലീജിയൻ, ഇതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിനൊരു മാറ്റം വന്നത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടിയാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഏൻഷ്യൻ റിലീജിയൻസ് എല്ലാം ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് മെൻറ്റാലിറ്റിയാണ്. പിന്നീട് വന്ന എബ്രാമിക് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ ജൂദായിസം വരില്ല, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്കീം പോലെയാണ്. ഞാൻ 2 പേരെ ചേർക്കും, ആ 2 പേര് 4 പേരെ ചേർക്കും, അവർ 16. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ എനിക്കുമൊക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് പലരോട്ട് സംസാരിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ നെറ്റ്വർക്ക് പോലെ ഉണ്ടല്ലോ. അതെ, ഒരു നെറ്റ്വർക്കാണ് ഇവർക്ക്. ഈ ഏൻഷ്യൻ റിലീജിയൻസിനെ പോലെ ഈ കമ്മ്യൂണിറ്റി, എൻ്റെ കമ്മ്യൂണിറ്റിയാണ് വലുത്, അതുകൊണ്ട് നീ എൻ്റെ കയ്യിൽ കയറാൻ പാടില്ല, അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഈ ജൂതമതക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ അല്ലാത്തവരെല്ലാം ജെൻറ്റൈൽസ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റി വന്നപ്പോഴാണ് ഈ ജെൻറ്റൈൽസിനെയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ ചേർന്ന്. ഇവർ ആദ്യം ക്രിസ്ത്യാനിറ്റി പറഞ്ഞാൽ പ്രത്യേക റിലീജിയൻ അല്ലായിരുന്നു, ജൂതമതത്തിലെ വേറൊരു സെക്റ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് ജൂതമതത്തിൻ്റെ തോറ ഇവരുടെ ആദ്യത്തെ പഴയ നിയമം എന്ന് പറയുന്നത്, ഓൾഡ് ടെസ്റ്റമെൻ്റ് ആയത്. അപ്പം ഈ ജെൻറ്റൈൽസ് കൂടെ, പ്രത്യേകിച്ച് റോമൻ ജനറൽസ് അങ്ങനെയുള്ളവരും കൂടെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ വന്നാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. അങ്ങനെ അവർ യൂറോപ്പ് മൊത്തം
കീഴടക്കി. അപ്പം ഇതിൽ ഒരു കാര്യമെന്ന് വെച്ചാൽ ആദ്യമെല്ലാം വളരെ വലിയ രീതിയിൽ ഇവർക്ക് റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു ഭരണവർഗത്തിൽ നിന്ന്. ഇവർ പ്രത്യേകിച്ച് ഫ്രാൻസിലും എല്ലാം കാറ്റക്കോംസ് എന്ന് പറഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് ഇവർ കൂടിക്കൊണ്ടിരുന്നത്. പുറത്ത് കണ്ടാൽ ഇവരെ വധിക്കുകയൊക്കെ ചെയ്യും. അപ്പം പക്ഷേ പിന്നീട് ഇവരുടെ കമ്മ്യൂണിറ്റി വലുതായപ്പോഴത്തേക്ക് രാജാക്കന്മാർ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയൊക്കെ പോലുള്ളവർക്ക് ഇവരൊന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റിയോട് ഉണ്ടായിരുന്ന ആ റെസ്ട്രിക്ഷൻ എല്ലാം അയവ് വരുത്തി. പിന്നീട് അവർ തന്നെ റോമൻ എംപറേഴ്സ് തന്നെ ക്രിസ്ത്യൻസ് ആവുകയും അതിൻ്റെ കീഴിൽ പിന്നെ ഉണ്ടായ മാറ്റമൊക്കെ അറിയാലോ. പിന്നെ ഇസ്ലാമിലോട്ട് വന്നപ്പോഴും അതൊരു മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. ഇപ്പം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം തമ്മിലുള്ള വ്യത്യാസമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ ആ തുടക്കത്തിൽ അവരെല്ലാവരും ഈ പറഞ്ഞ ഈ സുവിശേഷ പ്രസംഗങ്ങളും അങ്ങനെയൊക്കെയാണ് ആളുകളെ കയറ്റിയത്. മറ്റേത് കുറച്ചും കൂടെ ഒരു മിലിറ്ററി എക്സ്പെഡിഷൻ പോലെ ഒരു ക്യാമ്പയിൻ പോലെയാണ് വളർന്നത്. കൂടുതൽ അവിടെയുള്ള ഗോത്രങ്ങളെ കീഴടക്കുക, അവരെ മതം മാറ്റുക, ജിസിയ അടയ്ക്കുക, അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്ത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാര്യം പിടിയിട്ടല്ലോ. അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന ന്യൂ ഏജ് മതങ്ങൾ, ഈ മൊർമോണിസം, മറ്റേത് ഇതെല്ലാം പിന്നെ ഈ മോഡേൺ കാലഘട്ടത്തിൽ വന്ന വെസ്റ്റേൺ യൂറോപ്പിലുണ്ടായിരുന്ന ഈ പ്രോട്ടസ്റ്റൻ്റ് വിഭാഗം, അവർ കാത്തലിക്സിന് എതിരായിട്ടാണ് ബദലായിട്ടാണ് വന്നത്. അവരും ഇവാഞ്ചലിക്കൽസ്, ഇവരൊക്കെ മിഷണറി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു. ഇതേ സമയം ഹിന്ദുമതം ആളെ എങ്ങനെ ചവിട്ടി പുറത്താക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. കപ്പലിൽ കയറിയാൽ പിന്നെ ഹിന്ദുവല്ല, അത് കടൽ കടന്നാൽ ഹിന്ദുവല്ല. അപ്പം കോഴിക്കോടും മലബാറിലുള്ളവർക്കൊക്കെ വ്യാപാരികളായ നായന്മാർക്കെല്ലാം ഒന്ന് അറബി നാട്ടിൽ ചെന്ന് കുറച്ച് വ്യാപാരം നടത്തി കാശ് വേണമെന്ന് പറഞ്ഞാൽ സാമൂതിരി തന്നെ പറയാം, അതെന്നാൽ നീ മുസ്ലിം ആയിക്കുമെന്ന് പറയും. രാജാവ് തന്നെ പറയാണ് നീ വേണമെങ്കിൽ മതം മാറിക്കോളാൻ. അതാണ് ഹിന്ദു മതത്തിൻ്റെ ഒരു രീതി. പിന്നീട് മാപ്പിള കലാപമൊക്കെ വന്ന മാപ്പിള ലഹള സമയത്ത് ഈ ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്പൂതിരി ആ കുടുംബം, നായർ കുടുംബത്തിൽ എത്ര പ്രശ്നം, നമ്പൂതിരി കുടുംബങ്ങളിൽ ആ ഒരു പെട്ടെന്ന് കലാപത്തിൽ ഈ വാളിൻ്റെ മുമ്പിൽ മതം മാറിയ പലരും ഉണ്ട്. ഇവർക്ക് തിരിച്ച് ഹിന്ദുമതത്തിൽ വരാൻ, ഈ കലാപമൊക്കെ ഒടുങ്ങിയപ്പോൾ ഹിന്ദുമതത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഹിന്ദുക്കൾ തന്നെ തടഞ്ഞു. ആ സമയത്താണ് ആര്യ സമാജമൊക്കെ വന്നിട്ട് ആര്യ സമാജം മറ്റ് സംഘടനകളും എല്ലാം ഈ തിരിച്ചുള്ള കൺവേർഷന് സഹായിച്ചത്. അതിനുശേഷം മറ്റ് ഹിന്ദു സംഘടനകൾ ഈ ഒരു റെസ്ട്രിക്ഷൻ അങ്ങ് പൂർണ്ണമായിട്ട് മാറ്റി. ഈ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകളുണ്ടാവും. ഇപ്പോൾ ഈ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളുണ്ടായോ എന്നതിൽ ചരിത്രമായിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 50 വർഷം, എനിക്കൊന്നൊരു 30 വർഷത്തിനാണ് ഇവിടെ ഹിന്ദു സംഘടനകൾ വന്നപ്പോൾ എതിർപ്പുണ്ട്. പണ്ട് ഒരു എതിർപ്പും ഇല്ല, ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ രാജാവ് തന്നെ അതിനെ അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും സമൂഹത്തിൽ നിന്ന്? ഞാൻ ഇവിടെ ഭാരതത്തിൻ്റെ കേസ് ആദ്യം പറയാം. ഭാരതത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ, എല്ലാവരുടെ അടുത്തും ഒന്ന് റാൻഡമായിട്ട് ചോദിച്ചാൽ മതി. ഒരു 500 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യൻ രാജ്യം, അങ്ങ് ജർമ്മനിയോ അല്ലെങ്കിൽ ഇറ്റലി, അവിടെ ചെന്നിട്ട് എനിക്കൊരു ക്ഷേത്രം പണിയണം അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളി പണിയണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ ഒരു അറബി നാട്, അവിടെ ചെന്നിട്ട് എനിക്ക് ക്രിസ്ത്യൻ പള്ളി പണിയണം അല്ലെങ്കിൽ എനിക്ക് ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞാൽ രാജാവ് അനുവദിക്കുമോ? ഇത് ലോകത്ത് എല്ലായിടത്തും തന്നെ. ഇന്ത്യയിൽ മാത്രമാണ് ഇവിടെ മാർത്താണ്ഡവർമ്മ ആരെങ്കിലും വന്നിട്ട് ഒരു പള്ളി പണിയണമെന്ന് ഞാൻ എന്നാൽ സ്ഥലം തരാം ഫ്രീ ആയിട്ട്. സ്ഥലം തരുന്നത് മാത്രമല്ല, അവിടുത്തെ ചിലവിനുള്ള പൈസ വരെ കൊടുത്തതിൻ്റെ പിന്നെ രേഖ തിരുവനന്തപുരത്ത് ഉണ്ട്. കണ്ണായ സ്ഥലങ്ങളാണ് കൊടുത്തത്, അല്ല കാട്ടും പ്രദേശമൊന്നുമല്ല. ഇത് തിരുവനന്തപുരത്തെ മാത്രം, തിരുവിതാംകൂറിലെ മാത്രം കാര്യമല്ല, മൊത്തം ഭാരതത്തിൽ രാജാക്കന്മാർ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മറ്റ് മതങ്ങളെ സ്വീകരിക്കുന്ന കേസിൽ. ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അപ്പം ഏകദേശം ഒരു 1000 CE ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ യൂറോപ്യൻ മേഖലയെല്ലാം ഇവരായി, ക്രിസ്ത്യൻസായി. സ്പെയിൻ്റെ ഐബീരിയൻ ഭാഗം ഇസ്ലാമിക ഭരണത്തിലായിരുന്നു. ബാക്കി അറബി നാടുകളും ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങളും മുസ്ലിംസും ആയിരുന്നു. എന്നിട്ട് ഇവരുടെ രീതിയിലായിട്ടുള്ള എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. ഈ 1500 ശേഷം ഇവർ കടൽ കടന്ന് പലയിടത്തും പോയപ്പോഴത്തേക്ക് ഈ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, അവിടെയൊക്കെ ഉള്ള പേഗൻ റിലീജിയൻസ് എന്ന് പറയും, അവിടെയുള്ള ആസ്ടെക് മതം, അവിടത്തുള്ള ലോക്കൽ മതങ്ങൾ, അവരൊക്കെ വളരെ, അവിടെ ചെന്നപ്പോൾ തന്നെ ഇവർക്കൊക്കെ സ്മോൾ പോക്സ് പിടിച്ച് പലരും മരിച്ചു. പിന്നെ അവർക്ക് ഈ കുതിരയില്ല, തോക്കില്ല,
വലിയ കപ്പലുകളില്ല അവിടെ ഉള്ള. അപ്പോൾ ഇവരിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ദൈവങ്ങളാണ് വന്നത് എന്ന് വെച്ചാൽ ഒട്ടും റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ മതപരിവർത്തനം ആ ഭാഗങ്ങളിൽ നടത്താൻ കഴിഞ്ഞു. ആഫ്രിക്കയുടെ കാര്യം വ്യത്യാസമില്ല, അതുപോലെ തന്നെയാണ്. ഒരിടത്തും എതിർപ്പില്ല. ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ. ജപ്പാനിലും ഷിൻഡോ റിലിജിയനും ബുദ്ധമതമായിരുന്നു. അവിടെ എതിർപ്പില്ലായിരുന്നു. അവിടെ 1500 1600കളുടെ തുടക്കത്തിലാണ് ആദ്യത്തെ മിഷണറിമാർ പോകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് ഒരു 30 വർഷത്തിനകം തന്നെ 3.5 ലക്ഷം പേരെ, മൊത്തം എനിക്കൊന്ന് 1.5 കോടി ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും 3.5 ലക്ഷം പേരെ പെട്ടെന്ന് തന്നെ ക്രിസ്തുമതത്തിലാക്കാൻ പറ്റി. വെറും സാധാരണ ജനങ്ങളെ മാത്രമല്ല, അവിടുത്തെ ഈ ഷോഗുൺസ് എന്നൊക്കെ പറയുന്ന അവിടുത്തെ മാടമ്പിമാരും ലോക്കൽ വാർലോഡുകളെ എല്ലാം മതം മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ ഹിഡിയോഷി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇതിൻ്റെ ഒരു ഡേഞ്ചർ മനസ്സിലായി. കാരണം ഈ മതം മാറിയവർക്ക് കൂറ് ജപ്പാനെയും കാട്ടും കൂടുതൽ സ്പെയിനും പോർച്ചുഗലുമായിട്ടായിരുന്നു. കാരണം ഇവർ ഈ വാർലോഡുകളും ഷോഗണുകളും മാറാൻ ഒരു കാര്യം തന്നെ, ഇവർ തോക്കുകളും ഇങ്ങനെയൊക്കെ ഉള്ള വെടിമരുന്നും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഹിഡിയോഷി കുറച്ച് റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹിഡിയോഷിയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു ചെറിയൊരു സിവിൽ വാറൊക്കെ ഉണ്ടായി. തോക്കുഗാവ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ്, ഒരു ഷോഗുണാണ് പിന്നീട് അവിടെ എംപററാവുന്നത്, ചക്രവർത്തിയാവുന്നത്. ഈ തോക്കുഗാവ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. തോക്കുഗാവ ഈ സിവിൽ വാർ സമയത്ത് ഈ ക്രിസ്ത്യൻ കൺവേർട്സ് ആയിട്ടുള്ള ഷോഗുണുകാരുടെ നിന്ന് മാത്രമല്ല, ഈ പോർച്ചുഗീസുകാരുടെ നിന്നും ഒരുപാട് എതിർപ്പ് നേരിട്ടു. പുള്ളിയുടെ ജീവൻ വരെ പോർണ കേസാണ്. പിന്നെ പുള്ളി ക്രിസ്ത്യാനിറ്റിയെ തന്നെ ബാൻ ചെയ്തു. അവിടെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. പിന്നെ അവിടെ വരുന്ന ക്രിസ്ത്യൻസ് മിഷണറിമാരെ ജീവനോടെ വെള്ളത്തിയിട്ട് പുഴുങ്ങിക്കൊല്ലുക, ഇങ്ങനെയൊക്കെ ഉള്ള ടോർച്ചർ, വൈൽഡായിട്ടുള്ള ടോർച്ചർ മെത്തേഡ്സാണ്. അവസാനം അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ, മതപരിവർത്തനം ചെയ്യാൻ പോയ പോർച്ചുഗീസും സ്പാനിഷുമായിട്ടുള്ള പള്ളിയിലച്ചന്മാർ പിന്നെ ഷിൻഡോ ബുദ്ധിസ്റ്റുകളായിട്ട് മാറി. കാരണം അവർക്ക് ഒരു നിവൃത്തിയില്ലാതായിപ്പോയി. ഇതൊക്കെ മാർട്ടിൻ സ്കോർസേസിയുടെ സൈലൻസ് എന്ന് പറഞ്ഞ പടത്തിൽ ഇത് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കാരണം ജപ്പാനിൽ ഇപ്പോഴും ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി കൊറിയയിലുള്ളതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ പൂർണ്ണമായിട്ടും ജപ്പാനിലും അതുപോലെ ഡോമിനൻ്റ് ആവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ തോക്കുഗാവയുടെ അന്നത്തെ ആ ഒരു ഈ ഒരു നിലപാട് കാരണം ജപ്പാനിൽ ഇപ്പോഴും വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജപ്പാനിലുള്ള നേരിട്ടതുപോലെയുള്ള ഒരു ഒഫൻസ്, ഒരു ഡിഫെൻസ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഈ കഴിഞ്ഞൊരു 30 വർഷം ഇന്ത്യയിൽ നേരിട്ടതല്ലാതെ വേറൊരിടത്തും നേരിടേണ്ടി വന്നിട്ടില്ല. ഈ മിഷണറി പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം കിട്ടി. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ മിഷണറിമാർ നടത്തി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, മതപരിവർത്തനമല്ല എന്ന് പറയുന്ന വാദങ്ങൾ ഒരുപാട് ഈ അടുത്ത കാലത്തും നേരത്തെയും കേട്ടിട്ടുണ്ട്. രസകരമായൊരു വാദം നേരത്തെ കേട്ടത് അത് മറ്റൊരു രീതിയിലാണ്. അതായത് ഈ ട്രൈബ്സ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മറ്റ് തരത്തിലുള്ള സംസ്കാരമാണ്, അവരെ ഹിന്ദുക്കളാക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്വത്വബോധം പോവുകയാണ്, സ്വത്വബോധത്തെ ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ ഒരു വാദം ഉണ്ടായി. അപ്പോൾ തിരിച്ചൊരു ചോദ്യം, അപ്പോൾ ഇവർ ക്രിസ്ത്യാനികളായാലും ഈ സ്വത്വബോധം പോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായില്ല. അപ്പോൾ ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ, അതായത് ഈ മിഷണറി പ്രവർത്തനം സമൂഹത്തിന് ഗുണമാണോ ഉണ്ടാക്കിയത്, ദോഷമാണോ? ഇത് ഞാൻ വേറൊരു കക്ഷിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ, മിഷണറി പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളവന്മാർ ഇപ്പോഴും കോണ പോയിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണം ഞാൻ കേട്ടിരുന്നു. ഒരു പരിധി വരെ ശരിയാണ് മിഷണറിമാരുടെ പ്രവർത്തനം. പക്ഷേ എന്നും പറഞ്ഞ് ഇവിടെ വിദ്യാഭ്യാസമേ ഇല്ല എന്ന് പറയാൻ പാടില്ല. കാരണം നാഗാർജുന, ആര്യഭട്ടൻ, ഭാസ്കരാചാര്യർ, മാധവാചാര്യർ, ഇവരൊക്കെ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ട്രിഗണോമെട്രി അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറഞ്ഞ് വന്നതല്ല. അവർക്കത് അറിയണമെങ്കിൽ എത്ര 1000 വർഷത്തെ ആ ഒരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഗുരുകുല സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എക്സ്ക്ലൂസീവ് ആയിരുന്നു, എല്ലാവർക്കും ആക്സസിബിൾ അല്ലായിരുന്നു. ഈ സി രവിചന്ദ്രൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഇവിടെ പഠിപ്പിച്ചിരുന്നത് ആത്മീയതയും ഇതൊക്കെ മാത്രം, അത് തെറ്റാണ്. ഈ കാൽക്കുലസും ട്രിഗണോമെട്രിയും ശാസ്ത്രവും കെമിസ്ട്രിയും എല്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ ആത്മീയതയും അദ്വൈതവും ഒന്നും മാത്രമല്ലായിരുന്നു. ഇതുണ്ടായിരുന്നു, പക്ഷെ അത് എല്ലാവർക്കും ആക്സസിബിൾ അല്ലായിരുന്നു. നമ്മൾ ജാതിയുടെ പ്രശ്നം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, അതിവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷേ അത്
ഒരു സാമൂഹിക സേവനം പോലെ ചെയ്തതാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല എന്നും പറയാൻ പറ്റില്ല, ആണെന്നും പറയാൻ പറ്റില്ല. ഈ മദർ തെരേസയുടെ കേസിൽ ഞാൻ ഒരു വിദേശ ഡോക്യുമെൻ്ററി ഉണ്ട് മദർ തെരേസയുടെ അവിടെ നടന്ന ചില പ്രശ്നങ്ങൾ, ഒരു വിസിൽ ബ്ലോവർ പറഞ്ഞത്. അതല്ലാതെ വേറൊരു കേസ് പറഞ്ഞാൽ ലോകത്തൊരു തവണ ഒരു കാലഘട്ടത്തിൽ എനിക്കൊന്നൊരു 10 വർഷത്തോളം കാലം ഏറ്റവും കൂടുതൽ പഠനത്തിനായിട്ട് സ്കെലിറ്റൻസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊൽക്കട്ടയിൽ നിന്നാണ്. ഒരു വർഷം 40,000 സ്കെലിറ്റൻസ് വരെ കൊൽക്കട്ടയിൽ നിന്ന് വരുമായിരുന്നു എന്ന്. കാശിനാണ്, ഫ്രീ ആയിട്ട് വരണതല്ല. ഇതെവിടെ നിന്നാണ് വരുന്നത്? ഈ കുഷ്ഠരോഗവും മറ്റു രോഗമൊക്കെ വന്ന് ബാധിച്ച് മരിക്കുന്നവരാണ്. അപ്പം മദർ തെരേസയുടെ അവിടെ ഇവർക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ലെന്നും സ്റ്റെറൈലല്ലാത്ത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളത് പല റിപ്പോർട്ടുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, അവിടെ എത്രയോ കോടികളുടെ ഡൊണേഷൻ വന്നിട്ടുണ്ടെന്നും ഒക്കെ വരുന്നുണ്ട്. ഇത് ആർക്ക് വേണോ നോക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഫാക്ട്സ്. ഇതല്ലാതെ നമ്മൾ ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ സ്കൂൾ സംവിധാനങ്ങൾ, ടെക്സ്റ്റ് ബുക്സ്, പ്രത്യേകിച്ച് പ്രിൻറ്റിങ് എല്ലാം കോട്ടയത്തൊക്കെ ആദ്യമായിട്ട് വരുന്നു. ആ ഒരു സംവിധാനം ഇവർ തന്നെയാണ് കൊണ്ടുവന്നത്. അതല്ലെന്ന് ആദ്യത്തെ ഡിക്ഷണറി മിഷണറിമാരുടെ മലയാളം ഡിക്ഷണറി നിഘണ്ടുവിൻ്റെ കേസ്. ഇത് പുറമെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കേസുണ്ട്. ഇപ്പോഴും ഒരു ഹിന്ദു പുരാണങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം നോക്കണമെങ്കിൽ വെട്ടമ്മാണി എഴുതിയ പുരാണിക് എൻസൈക്ലോപ്പീഡിയ നോക്കുന്നത്. ഒരു ഹിന്ദു ഇതുവരെയായിട്ടും ഒരു എൻസൈക്ലോപ്പീഡിയ, ഞാൻ ഇടയ്ക്ക് വെച്ച് ഓൺലൈനായിട്ടൊരു എൻസൈക്ലോപ്പീഡിയ ചെയ്യണമെന്ന് വെച്ചിട്ട് എനിക്ക് ആവശ്യത്തിന് ഫണ്ടിങ് കിട്ടാത്തതുകൊണ്ട് നടന്നില്ല. പക്ഷേ പുള്ളി മിഷണറി അല്ല, ഞാൻ പറഞ്ഞു ഒരു ക്രിസ്ത്യൻ ഒരാളുടെ നിന്നുണ്ടായ കോൺട്രിബ്യൂഷൻ, അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതില്ലായിരുന്നെങ്കിൽ നടക്കില്ലെന്ന് ചോദിച്ചാൽ എന്തായാലും ഇവിടെ ഒരു പ്രോപ്പർ ഗവൺമെൻറ് വരുമ്പം സ്വാഭാവികമായിട്ടും അതെല്ലാം പുറകെ ഉണ്ടാവും. നമ്മൾ ജപ്പാനിൽ കണ്ടല്ലോ, ജപ്പാനിൽ അന്ന് 1600 തന്നെ മിഷണറിമാരെ പുറത്താക്കിയാണ്. അവിടെ എഡ്യൂക്കേഷനും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ജപ്പാൻ. അപ്പോൾ അതല്ലെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പത്രപ്രവർത്തന രംഗത്ത് ആദ്യം തുടങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം എന്ന നിലയിൽ തുടങ്ങുന്ന രാജ്യസമാചാരം, പശ്ചിമോദയം, ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം അതെല്ലാം മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. നമ്മളിപ്പോൾ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ വാർത്തകൾക്കൊപ്പം അത്ഭുത പ്രവർത്തനങ്ങൾ, ഒരു ഹിന്ദു മതം മാറിയത്, ഇതൊക്കെയായിരുന്നു. അതിൻ്റെ ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. തിരഞ്ഞാൽ അതും ഇപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നത് രാജ്യസമാചാരം അല്ലെങ്കിൽ പശ്ചിമോദയമൊക്കെ തുടങ്ങി. പക്ഷേ ഇത് തുടങ്ങിയതും ഇതിലുള്ള കണ്ടൻറ്റും ഈ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള കണ്ടൻറ്റുകളായിരുന്നു. അത് ചരിത്രത്തിലുള്ളതാണ്. അതെ, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയും. അവർക്കാണ് ഈ പ്രിന്റിംഗ് ടെക്നോളജി ഇവിടെ ആദ്യമായിട്ട് ആക്സസിബിൾ ആയിട്ടുള്ളത്. കാരണം അത് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അതെ, ഇപ്പോൾ ഈ പറയുന്ന സേവന പ്രവർത്തനങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ആളെ കൂട്ടുക എന്നുള്ളത് സുവിശേഷ പ്രവർത്തനമായിരുന്നു എന്നുള്ളത് സംശയമില്ലാതെ. പിന്നെ അതുവഴി ഉണ്ടായ നേട്ടങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നേട്ടങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതുവഴി ലക്ഷ്യമിട്ടത് സുവിശേഷ പ്രവർത്തനം തന്നെയായിരുന്നു എന്നുള്ളത് സംശയവുമില്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ജാതി ഉള്ള വിവേചനങ്ങൾ ഇതിനെ, ഈ മതപരിവർത്തനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ജാതി വിവേചനം മൂലം മതപരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ മതപരിവർത്തനം ഉണ്ടായ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാറ്റം ആ സമൂഹത്തിൽ ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എവിടെ ഒന്നും ഒട്ടുമില്ല. കാരണം നമുക്ക് ഒരു റോമൻ കാത്തലിക് ഒരു കക്ഷിയെ പരിചയപ്പെടുമ്പം ചിലപ്പോൾ അവരല്ലെങ്കിൽ ആദ്യം പറയുന്നത് നമ്മളെ അമ്മൂമ്മ പണ്ട് നമ്പൂതിരിയായിരുന്നു, പിന്നെ മതം മാറിയാണ്. ആ ഒരു സ്പിരിറ്റ് അവരുടെ തന്നെ ഉണ്ട്. ഇപ്പം കെവിൻ കൊലപാതകം ഒക്കെ നമുക്കറിയാമല്ലോ, കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അണ്ടർസ്റ്റുഡാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ ജാതി വ്യവസ്ഥ ഇപ്പോഴും ക്രിസ്ത്യൻ ആയതിനു ശേഷവും അവർക്കിടയിൽ അതിപ്പോഴും ഉണ്ട്. അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ഈ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾ അത് ക്രിസ്ത്യൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ട. മിഷണറി എന്ന് വെച്ചാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ടോ? അതുവഴി മതപ്രവർത്തനങ്ങൾ നടക്കാറുണ്ടോ? പരിവർത്തനങ്ങൾ നടക്കാറുണ്ടോ? ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. കാരണം ഇപ്പം നമുക്ക് ഈ എബ്രാഹിമിക് റിലീജിയൻസിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, പിന്നെ ഈ വന്ന മോർമോൺ, അങ്ങനെയൊക്കെ ഉള്ളവർ, അവരുടെ ആ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട് നമുക്ക് കൂടുതൽ ആളുകളെ നമ്മുടെ ഈ സത്യത്തിൻ്റെ പാതയിൽ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ഒരു സംഗതിയുണ്ട്. അതേസമയം ഹിന്ദുമതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ഭഗവത്ഗീത തന്നെ അവസരത്തിൽ വേണമെങ്കിൽ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പാണ് ഹിന്ദുമതത്തിൽ. അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ലായിരുന്നു. പക്ഷെ അത് ചരിത്രത്തിൽ നോക്കിയാൽ ഒരു വ്യത്യാസം, ഈ ഗൗഡിയ വൈഷ്ണവ
ആളുകൾ വിശ്വാസികളുണ്ട്. അവരുടെ പാരമ്പര്യത്തിലാണ് ഇപ്പം നമ്മൾ വന്ന ഇസ്കോൺ. അവർ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആ ഒരു ആശയമല്ല, അങ്ങനെ ഒരു അദ്വൈതമോ അങ്ങനെയൊന്നുമല്ല. അവർ ശ്രീകൃഷ്ണനാണ് സുപ്രീം ഗോഡ് ഹെഡ്, പരബ്രഹ്മത്തിന് പകരം ശ്രീകൃഷ്ണൻ, ആ ഒരു സെറ്റപ്പിന് അവർ വിദേശത്തെല്ലാം വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ ഹിന്ദുമതത്തിൽ ഇത് ആക്റ്റീവായിട്ടുള്ള ഒരു കേസല്ല. ആളുകൾ ഇപ്പോൾ താല്പര്യമുള്ള ഒരു അന്യമതത്തിലുള്ള ഒരാൾക്ക് ഹിന്ദുമതത്തിലോട് താല്പര്യം വന്നാലും അങ്ങനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയൊന്നുമില്ല. ഞാനൊരു 2 ഇൻസ്റ്റൻസുകൾ പറയാം. ഒന്ന്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു റഷ്യക്കാരി, പുള്ളിക്കാരി ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അപ്പം ഇവർ ഹിന്ദു ആയിട്ട് കൺവേർട്ടും ചെയ്തു ഒഫീഷ്യലായിട്ട്. അപ്പം അതിന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അതെങ്ങനെ മാറിയെന്ന് വെച്ചാൽ, ഇവർ ഇന്ത്യയിൽ വന്ന ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലും എല്ലാം പോയി. അങ്ങനെ പോയി ഇവർ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഒരു 10-12 വർഷം മുമ്പുള്ള കാര്യമാണേ. അങ്ങനെ അവരൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ തടഞ്ഞിട്ട് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഹിന്ദു വിശ്വാസിയാണെന്ന് പറഞ്ഞു. അല്ല, അതങ്ങനെ പറഞ്ഞാൽ പോരാ, തെളിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പോയി ആര്യസമാജ് ചെന്ന് മതം മാറി ഒഫീഷ്യലായിട്ട് ഹിന്ദുവായിട്ട് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. എന്നിട്ടും അവരെ കയറ്റിയില്ല. അത് നിങ്ങളിവിടെ അകത്ത് കയറി എന്തൊക്കെ ഉണ്ട്, നിധി നോക്കാൻ വന്നേ അല്ലേ, നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിരിച്ച് മതം മാറൂലേ എന്നും പറഞ്ഞിട്ട് അവരെ പിന്നെയും കയറ്റിയില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് നേരെ തിരിഞ്ഞാണ് സംഭവിച്ചിരുന്നെങ്കിലും. എപ്പോഴാണ് ഞാനൊരിക്കൽ ഒരു ബൈബിൾ റെഫറൻസ് ആവശ്യത്തിനായിട്ട് ഞാൻ ഒരിടത്തുനിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് എന്നെ അവിടെ സ്വീകരിച്ചു. അവിടെ അങ്ങോട്ട് ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ ഒരു വെൽക്കമിങ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊന്ന്. രണ്ടാമത്, ഞാനൊരിക്കൽ ഋഷികേശിൽ കുറച്ച് കാലം അവിടെ ഒരു മലയാളികളുടെ ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്, ഒരു ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അറിഞ്ഞൊരു സംഭവിച്ചാൽ, അവിടെ ഒരു 1-2 മാസം മുമ്പ് കേരളത്തിൽ നിന്ന് വലിയ കോടീശ്വരനായൊരു ക്രിസ്ത്യൻ വ്യവസായിയുടെ മകൻ ഋഷികേശിൽ വന്നിരുന്നു. വന്ന് ഗംഗാ നദിയുടെ തീരത്ത് ഇതുപോലെ കാവ്യൊക്കെ ഇട്ട്, ഞാൻ ശിവൻ്റെ വിളി എനിക്ക് വന്നു, ഞാൻ ഇനി സന്യാസിയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഹിന്ദിക്കാരെല്ലാവരും കൂടെ പിടിച്ച്, മലയാളിയാണല്ലോ, അതുകൊണ്ട് ഈ മലയാളികളെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. അപ്പോൾ പറഞ്ഞാൽ പുള്ളി ക്രിസ്ത്യനാണ്, പക്ഷേ പുള്ളിക്ക് ശിവനെയാണ്, പരമശിവനെയാണ് വിശ്വാസം, എനിക്ക് സന്യാസം തരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്തെന്നറിയാമോ? പുള്ളിയുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ച്, അയ്യോ അവ അവിടെ എത്തിയാ, നമ്മളവനെ തപ്പി കിടക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിയെ മനസ്സിലാക്കിപ്പിച്ച് പറഞ്ഞ് പറ്റിച്ച് ഇന്നടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് വീട്ടുകാർ തിരിച്ച് വീട്ടിലോട്ട് അയച്ചു. ഞാനപ്പോൾ ഈ ആശ്രമക്കാരുടെ ഇങ്ങനെ ഞാൻ അയച്ചു. ഞാൻ പറഞ്ഞേ ഇത് നേരെ തിരിച്ചാണ്. അതും ഇത്രയും വലിയ വ്യവസായി, കോടീശ്വരൻ, ഞാൻ പറയുന്നില്ല ഏത് സ്ഥാപനത്തിൻ്റെ ആണെന്ന്, ഒരു കോടീശ്വരനായ ഒരു ഹിന്ദു യുവാവ് ഏതെങ്കിലും പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് കർത്താവിൻ്റെ വിളി കിട്ടിയെന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടുകാരെ ഏൽപ്പിക്കൂ. ഇതാണ് ഹിന്ദു മതത്തിലുള്ളൊരു വ്യത്യാസം. ഇത് നല്ലതാണോ ഏതാണെന്നൊന്നും പറയുന്നില്ല. ഇസ്ലാമിൻ്റെ പരിവർത്തനം, അതിൻ്റെ ഒരു നേരത്തെയൊക്കെ കുറച്ചു കാലം മുന്നേ വരെ ഈ കേരളത്തിലൊന്നും അങ്ങനെ മതപരിവർത്തനം എന്നുള്ളത് ലക്ഷ്യമായി സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു 1921 ശേഷം പ്രകടമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ, അതിനുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ എം അക്ബറിൻ്റെ, സക്കീർ നായിക്കിൻ്റെ തുടങ്ങിയ അങ്ങനെയൊക്കെയുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ഇത് മറ്റേത് സ്വർഗ്ഗലോകത്തിലേക്കുള്ള ഒരു ഇതാണ്. ചില ആളുകൾ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഇത് നമ്മൾ ആ പഴയ കാലഘട്ടത്തിലുള്ള, നമുക്ക് ആൾ കൂടിയാൽ അതിനനുസരിച്ച് ബലവും, നമ്മൾ ഡോമിനൻ്റ് ആയാൽ ഭരണവും നമ്മളെ കയ്യിലിരിക്കും. ഭരണം നമ്മളെ കയ്യിലിരുന്നാൽ നമുക്ക് കൂടുതൽ ലാവിഷ് ലൈഫ് സ്റ്റൈലായിരിക്കും. അപ്പോൾ അതിനുണ്ട് എത്രത്തോളം ആളുകൾ നമ്മളെ കൂട്ടത്തിൽ വരും എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള മതപരിവർത്തനങ്ങൾ പലരും നടത്തുന്നുണ്ട്, പല സംഘടനകളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വരുന്ന കാണുന്നത്. കേരളത്തിൽ പണ്ട് ടിപ്പു വന്ന സമയത്ത് തന്നെ മതപരിവർത്തനം ഒരുപാട് നടത്തിയിട്ടുണ്ട്, മലബാർ കലാപത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ലൗകികതാണ്, പ്രണയത്തിലോടുകൂടിയുള്ള മതപരിവർത്തനം. അപ്പം ഇവിടെ പ്രണയമാണോ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളൊരു വ്യക്തിയെ ഞാൻ മനസ്സിലാക്കിയത്, അപ്പോൾ നമ്മളൊരാളെ പ്രണയിക്കുന്നെങ്കിൽ അവരുടെ എല്ലാ ആസ്പെക്റ്റുകളും ഇഷ്ടപ്പെടുന്നു. അവരുടെ അപ്പിയറൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ അറിവ്, അവരുടെ കുടുംബ പശ്ചാത്തലം, ചിലർക്ക് അത് പ്രശ്നമല്ല. ഇതെല്ലാം മനസ്സിലാക്കി ആണ് നമ്മളൊരാളെ പ്രണയിക്കുന്നത്. അതല്ലാതെ ഇപ്പം വണ്ണമുള്ള ഒരാളെ, എനിക്കിപ്പം മെലിഞ്ഞ ഒരാളെയാണ് ഇഷ്ടം, വണ്ണമുള്ള ഒരാളെ ഞാൻ പ്രേമിച്ചിട്ട്
ഇനി അവരെ എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വണ്ണം കുറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു യഥാർത്ഥ പ്രണയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇപ്പം മൂക്ക് നീണ്ട ഒരാൾ അല്ലെങ്കിൽ മൂക്ക് വണ്ണമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മൂക്ക് സർജറി ചെയ്ത് കുറയ്ക്കാം എന്ന് വിചാരിച്ചാൽ നടക്കും. അതുപോലെ തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും നല്ല അപ്പിയറൻസും അല്ലെങ്കിൽ എല്ലാം ഉള്ള ഒരു പെൺകുട്ടി, പക്ഷേ ഭൂമി പരന്നതാണെന്നാണ് വിശ്വാസം. എത്ര പറഞ്ഞാലും ഭൂമി പരന്നതെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒരാളുടെ വിശ്വാസവും അവരുടെ ആദർശങ്ങൾ, അവരുടെ രാഷ്ട്രീയം, ഇതെല്ലാം ഈ പ്രണയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരാളെ മൊത്തത്തിൽ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർ ആ ഒരു ഇത് മാത്രം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. അതല്ലാതെ അത് യഥാർത്ഥ പ്രണയമായിട്ട് ഞാൻ കരുതുന്നില്ല. ഈ അതിൽ തന്നെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മതം മാറണമെന്നാണല്ലോ പൊതുവെ ഒരു ഇത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഇതൊരുപാടുണ്ട്. ഹിന്ദുക്കളെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് യുവതികളെ, പുരുഷന്മാരും മതം മാറുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഹിന്ദു മതത്തിൽ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ വരുന്നവർ അവരുടെ മതത്തിൽ വെച്ചാൽ ഒരു വലിയ ലിബറൽ സമീപനമാണ്. ഇപ്പം ഞാൻ ഈ രാമായണ മാസം പല വീടുകളിൽ രാമായണം വായിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കൃഷ്ണനും ശിവനും വിഷ്ണുവും ഗുരുവായൂരപ്പനും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ ഒരു യേശു ക്രിസ്തുവും കാണും. ഒരു ഹിന്ദുവിൻ്റെ കടയിൽ ചെന്നാൽ അവിടെ മക്കയും ഉണ്ട്, യേശു ക്രിസ്തു ഉണ്ട്, ഗണപതിയും ഉണ്ട്. ഹിന്ദുക്കൾക്ക് അങ്ങനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഏത് ദൈവമാണെങ്കിലും, കാരണം അങ്ങനെയാണ് അവരെ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റു മതങ്ങളെന്ന് വെച്ചാൽ അവരൊരു മോണോത്തിസം ആ ഒരു രീതിയാണ്. അപ്പം അവർക്ക് ഈ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ എന്ത് കേസ് വെച്ചാൽ മറ്റൊരു അവരുടെ കമ്മ്യൂണിറ്റിയായിട്ട് ആ ഒരു ടൈപ്പിലാണ് പോകുന്നത്. അവരുടെ എല്ലാ ചടങ്ങുകളും മരണം വരെ അവർക്ക് അവിടെ ഗ്രേവ് യാർഡിൽ ശ്മശാനത്തിലുള്ള ഒരു സ്ഥാനം പോലും ഇതെല്ലാം ഈ റൂൾസ് പാലിച്ച് പോകുന്നവർക്കേ ഉള്ളൂ. ഹിന്ദു വിശ്വാസികൾക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പല കേസുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻസിന് വിവാഹം കഴിച്ച കേസുകളിലും ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് മതം മാറിയില്ലെങ്കിൽ അവന് പള്ളിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല, പള്ളിയിൽ നിന്ന് ഒറ്റപ്പെടുത്തും. അപ്പോൾ അതും ഈ ഭാഗത്ത് ശരിയല്ലേ? ഇതെന്ന് വെച്ചാൽ പിന്നെ ചിലർ പറയും അത് അവളായിട്ട് സ്വയം എടുത്ത തീരുമാനം, ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അത് അവിടെ ഒരിടത്ത് ചെന്ന് അവരെ ഒറ്റപ്പെടുത്തി അവരെ 4 നേരവും പള്ളിയിൽ മാത്രമായിട്ട് എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു മാറ്റം വരും. ഒരു യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഇപ്പം ചിലർ 2 രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടിയുണ്ടാക്കി ഒരാളെ മറ്റേ പാർട്ടി ആക്കാനൊന്നും നിൽക്കില്ല. അവർ ഇഷ്ടമുള്ളവരെ വോട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെയാണ് വിശ്വാസവും. ഇപ്പം ഒരു ക്രിസ്ത്യൻ ഒരാൾക്ക് ഹിന്ദുവായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള വെച്ചാൽ അവർക്ക് ആ യഥാർത്ഥ പ്രണയമാണെങ്കിൽ അതുപോലെ തന്നെ പോട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ വെജിറ്റേറിയനാണ്, എൻ്റെ വൈഫ് നോൺ വെജിറ്റേറിയനാണ്. പക്ഷെ ഇത് നമുക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കെട്ടിക്കഴിഞ്ഞ് വന്നിട്ട് ആളെ വെജിറ്റേറിയൻ ആക്കാമെന്ന് ഉള്ള രീതിയിൽ ഞാൻ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിച്ചോളൂ. എന്നിട്ട് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ നോൺ വെജ് കഴിക്കാൻ നിർബന്ധിപ്പിക്കാതിരുന്നാൽ മതി. അങ്ങനെ നമ്മളൊരു പരസ്പര ധാരണയിൽ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ എല്ലാ ക്രൈറ്റീരിയ അക്സെപ്റ്റ് ചെയ്യണം. മതം മാത്രം മാറ്റിയെടുക്കാമെന്നുള്ളത് യഥാർത്ഥ പ്രണയമാവുന്നില്ല. ശരി. ഇപ്പോൾ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ ശബ്ദമുയർത്തുന്നുണ്ട്, മതപരിവർത്തനം നടത്തുന്നു, ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നു എന്നൊക്കെയുള്ള പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടാൻ ഹിന്ദുക്കൾക്ക് കഴിയും? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അതായത് മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് കരുതുന്നവർക്ക് ഇതിനെ നേരിടാൻ എങ്ങനെ കഴിയും? ഇത് പലരുമായിട്ട് സംസാരിക്കുമ്പം സ്ഥിരം കേൾക്കുന്നവരാണ്. അത് ഹിന്ദു കുട്ടികളെ കൊച്ചിലെ ഭാഗവതവും രാമായണവും ഒക്കെ പഠിപ്പിച്ച് വിടണം. ഹിന്ദു കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ. അത് ശരിയാണ്, ഹിന്ദു കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ, അത് ശരിയാണ്, വളരെ ശരിയാണ്. പക്ഷേ ഇത് പഠിപ്പിക്കുകയല്ല വേണ്ടത്. അതൊക്കെ സൈഡായിട്ടൊരു ലിറ്ററേച്ചർ പോലെ പഠിപ്പിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഹിന്ദു കുട്ടികളെന്നല്ല, എല്ലാ കുട്ടികളും, ഏത് മതത്തിലെ കുട്ടികളും ശാസ്ത്രവും ചരിത്രവുമാണ് ആദ്യമേ പഠിപ്പിക്കേണ്ടത്. കാരണം ഡിങ്കനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് നമുക്ക് എളുപ്പത്തിൽ സ്പൈഡർമാനിൽ വിശ്വസിപ്പിക്കാൻ പറ്റും. നമുക്ക് പറയാം ഡിങ്കന് എലിയുടെ മുഖമാണ്, സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്, കുറച്ചും കൂടെ വിദേശത്ത് നിന്നുള്ള ഇറങ്ങിയ സാധനമാണ്. സ്പൈഡർമാനെ വിശ്വസിക്കുന്ന ആളെ നമുക്ക് എളുപ്പത്തിൽ സൂപ്പർമാനെ വിശ്വസിപ്പിക്കാൻ പറ്റും. സ്പൈഡർമാന് വലയുടെ സഹായം വേണം, സൂപ്പർമാൻ ആകുമ്പോൾ അല്ലാതെ പറക്കാൻ പറ്റും. എന്നാൽ ഇത് 3 കോമിക് കൃതികളാണെന്നും അതിൻ്റെ അകത്ത് കഥകളിൽ വേറെ അർത്ഥങ്ങളുണ്ടെന്നും ഫിലോസഫി ഉണ്ടെന്നും എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിലുള്ള അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ
നമുക്ക് സ്പൈഡർമാനോ സൂപ്പർമാനോ ബാറ്റ്മാനോ ഒന്നും ആക്കാൻ പറ്റില്ല. അതുപോലെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രവും ചരിത്രവും ഈ രണ്ട് സംഗതികൾ എങ്ങനെയാണ് മതങ്ങൾ രൂപം കൊണ്ടത്, ഓരോ മതവും, ഹിന്ദു മതം എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ പഴക്കമുള്ളതോ അല്ലെങ്കിൽ പണ്ട് വിമാനങ്ങളുണ്ടായിരുന്നെന്നോ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിരുന്നെന്നല്ല, എങ്ങനെയാണ് വേദിക് റിലീജിയൻ ഡെവലപ്പ് ചെയ്ത് വന്നത്, അതായത് ലോക്കൽ റിലീജിയൻസിനെ എംബ്രേസ് ചെയ്തത് എന്നുള്ള ആ ഒരു ചരിത്രം, മറ്റ് ഈ അബ്രാമിക് റിലീജിയൻസ് ഉണ്ടായത്, എങ്ങനെയാണ് റോമൻ മറ്റ് വൈക്കിങ്സ് അല്ലെങ്കിൽ നോർസ് റിലീജിയൻ ഇവരുമൊക്കെ മതം മാറിയത്, അത് ഉണ്ടായത് എങ്ങനെ, ആസ്റ്റക് റിലീജിയനും മായന, ഇതൊക്കെ ചരിത്രം പഠിച്ച് ശാസ്ത്രവും മഴ പെയ്യുന്നത് എങ്ങനെയാണ്, ഭൂമി ഉരുണ്ടത് എങ്ങനെയാണ്, ബിഗ് ബാങ്, ഇതെല്ലാം പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാളെ വേറൊരു മിത്തിക്കൽ ഫിഗർ അല്ലെങ്കിൽ വേറൊരു സ്വർഗരാജ്യത്തിൽ ഒരാളെ കുറിച്ച് കൺവേർട്ട് ചെയ്യാൻ വന്നാൽ വീഴില്ല. ഇതൊന്നും അറിഞ്ഞൂടാതെ ഒരു ക്ഷേത്രത്തിൽ മാത്രം പോയി ഇടയ്ക്ക് വഴിപാടൊക്കെ ചെയ്ത് കാര്യങ്ങളൊന്നും നടക്കൂല. ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് നടന്നില്ലല്ലോ, എന്നാൽ ഇനി ഇത് ചെയ്തു നോക്ക്, ചിലപ്പോൾ നടക്കുമായിരിക്കും. ഉടനെ മതം മാറാൻ എളുപ്പമാണ്. ഇത് ബ്ലൈൻഡായിട്ട്, ഇത് ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ വേറൊരു സംഗതിയാണ്. ബ്ലൈൻഡായിട്ട് എല്ലാവർക്കും പ്രശ്നമുണ്ട്, ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നമാണ്, ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നമാണ്. ഇപ്പം ബ്രേവ് ഇന്ത്യയിൽ ഇപ്പം നിങ്ങൾക്കിപ്പം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഞാൻ പറയണം ഓം ക്രീം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഉള്ളൊരു സ്റ്റാഫിന് വേറെ എന്തെങ്കിലും ആഗ്രഹം, ഒരു പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്നു റിസൾട്ട് ഇന്നത് വേണം, ഓം ക്രീം അത് നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാവരുടെ പ്രശ്നത്തിൽ ഞാൻ ചെന്ന് ഇതുപോലെ എൻ്റെ ഒരു മന്ത്രം അങ്ങ് പറയണം. ഇതിലൊരു 50% ആർക്കെങ്കിലും നടക്കുമോ? എന്തായാലും 1 മില്യൺ അടിക്കും. അപ്പം നിങ്ങളെന്ത് വിചാരിക്കും? ഇത്രയും കാര്യം നടന്നില്ല, അവൻ വന്ന് ഓം ക്രീം അടിച്ചത് കാര്യം നടന്നു. മറ്റേ കക്ഷി ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കും, ചിലപ്പോൾ ജയിച്ചാൽ ഇത് നടക്കും. ഇതുപോലെ ബ്ലൈൻഡായിട്ട് റാൻഡമായിട്ട് എല്ലാവരുടെയും അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കൺക്ലൂഷനായിട്ടല്ല, ഞാൻ വേറെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നടന്നൊരു സംഭവം, ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്, അത് കൂടെ പറയാം. അതായത് അവിടെ ചികിത്സയ്ക്ക് വരുന്നവർ 2-3 ദിവസമായിട്ടും അസുഖം മാറുന്നില്ല, അവിടുത്തെ ഇൻപേഷ്യൻസ്. അപ്പം അവിടെ ഡോക്ടർ പറയുന്നു, പണ്ട് നടന്ന സംഭവമാണ്, ഡോക്ടർ പറയുന്നു നമ്മൾ മരുന്നിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഇതായിട്ട് നമ്മൾ മെഡിസിൻ്റെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തിനെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാവരും ശിവനെയും അതും ഇതുമൊക്കെ വഴിപാടൊക്കെ ചെയ്യും, എന്നിട്ടും അസുഖം മാറുന്നില്ല. അപ്പം ഇവരഞ്ഞ് ഡോക്ടർ പിന്നെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയും, നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ ദൈവത്തിന് എന്തായാലും ഇതും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ബൈബിൾ കൊടുക്കും, ഒന്ന് വായിച്ചു, എന്തായാലും എല്ലാവരും വിളിച്ചല്ലേ, ഇതും കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറയും. പിന്നെ അസുഖം മാറുന്നു, ഭേദമാകുന്നു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാനായിട്ട് മെഡിക്കൽ റെപ്പായിട്ടുള്ള ഒരാൾ ഇതുപോലെ അസുഖം വന്നപ്പം ജനറൽ ഹോസ്പിറ്റലിൽ പോയി. പുള്ളി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം തരുന്ന മരുന്നുകൾ എന്നൊക്കെ ഈ ജലൂസിൽ ഇതുപോലെയൊക്കെ ഉള്ള അസുഖമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്ലാസിബോ എഫക്റ്റ് പോലും കിട്ടാത്ത സാധനങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബൈബിളിൽ വെക്കുന്നതിന് ശേഷമാണ് കറക്റ്റ് മരുന്ന് കൊടുക്കുന്നത്. ഇത് അവസാനം അവിടെ വലിയ ഇഷ്യൂ ഒക്കെ ആയി. ഇത് ആരുടെ ഏതെങ്കിലും സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ കീഴിൽ നടന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ ഡോക്ടറിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്ത് നടന്നതായിരിക്കും. പക്ഷേ ഇതുപോലെ എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഈ ഒരു ആംഗിൾ കൊണ്ടിടുമ്പോഴത്തേക്ക് പലരുടേതും 50% നടക്കും. ഇത് ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ അമേരിക്കയിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി, അവർ എന്തെന്ന് വെച്ചാൽ ഒരു 100 പേർക്ക് കത്തയക്കും, അതിൽ 50 പേർക്ക് അയക്കും അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, മറ്റേ 50 പേർക്ക് അയക്കും അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഉയരും. അവസാനം എന്തെടുക്കും? ഇതിൽ രണ്ടിലൊന്നും നടക്കുമല്ലോ. അപ്പം ഉയരുന്നെന്ന് വെച്ചോ, മറ്റേ 50 പേരെ വിട്ടിട്ട് ഈ ഉയർന്ന ആഴ്ച 50 പേർക്ക് 25 പേർക്ക് അയക്കും അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, അടുത്ത 25 പേർക്ക് അയക്കും അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഉയരും. ഈ രണ്ടിലൊന്നും നടക്കുമല്ലോ, ഇടിയുകയാണെന്ന് വെച്ചോ, മറ്റേ 25 ഇവന്മാർ കറക്റ്റാണല്ലോ, ഇത് അതുപോലെ നടന്നു. ഇത് തന്നെ നടക്കുന്ന എല്ലാവരുടെ പ്രശ്നത്തിലും ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ കൂടെ ഇതുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ രണ്ടിലൊന്നും സംഭവിക്കുമല്ലോ. ഈ ഒരു പ്രവർത്തനമുണ്ട്. ഇത് ഒരു സാധാരണ വിശ്വാസി ക്ഷേത്രത്തിലും വഴിപാടിലൊക്കെ പോണ ഒരാൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇത് വീണു പോവും. പക്ഷേ ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ, ചരിത്രം പഠിക്കുന്ന ഒരാൾ, ഈ കോസേഷനും അതും ഇതുമൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ ഇത്തരം ഇതിലൊന്നും വീഴില്ല. അപ്പം എൻ്റെ ഒരു ഈ കൺക്ലൂഷനായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു ഹിന്ദു വിശ്വാസിയാണ്, നിങ്ങൾ ഭാവിയിൽ നിങ്ങളെ മക്കളുടെ മതം മാറിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടെങ്കിൽ ശാസ്ത്രവും ചരിത്രവും പഠിപ്പിക്കുക. ബാക്കി വഴിപാടും
ഭാഗവതവും എല്ലാം സൈഡ്, അത് അല്ലാതെ ലിറ്ററേച്ചർ പോലെ പഠിപ്പിക്കാം. കാരണം ഇത് ഞാൻ പറയുമ്പോൾ ഞാനൊരു ഹിന്ദു മത വക്താവായിട്ട് ആരും വിശ്വസിക്കരുത്. അങ്ങനെ ഹിന്ദു ക്രിസ്ത്യാനി ആയാലോ മുസ്ലിം ആയാലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് ഞാൻ തോക്കുകാവയുടെ കാര്യം പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് അവരുടെ ഒരു ഫാദർലാൻഡ് അല്ലെങ്കിൽ മദർലാൻഡ് അവർ വിശ്വസിക്കുന്ന ആ ഒരു ആദർശത്തിൻ്റെ കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പിതൃഭൂമി എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ കൊണ്ടുകിടന്ന് കുറേ കാലം ചൈന മാതൃരാജ്യം എന്ന് പറഞ്ഞ് കൊണ്ടുകിടന്ന്, അതുകൊണ്ട് ചിലർക്ക് അങ്ങനൊരു ഫീല് വരും. നാളെ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു അറബി നാട് ഇന്ത്യ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വത്തിക്കാനോ ഏതെങ്കിലും ഈ ഹോളി റോമൻ എംപയർ എന്നൊക്കെ പണ്ട് പറയണവരെ ഏതെങ്കിലും ഒരു ആക്രമിക്കുമ്പോൾ ഇവിടെ ആരുടെയെങ്കിലും കൂറ് മാറുമോ എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എല്ലാ മതക്കാർക്കും വിശ്വാസികൾക്കും കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റിയെ ഉള്ളൊരു പ്രശ്നം കാരണം ഈ മതപരിവർത്തനത്തിൻ്റെ അജണ്ടയും അവരുടെ ഉദ്ദേശം അവർക്ക് നാഷണൽ ഇൻട്രസ്റ്റ്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചരിത്രവും ശാസ്ത്രവും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം.